ഓടുന്നുള്ളതാണ്. കേരളത്തിൽ ഓടുന്നുള്ളതല്ല, മൊത്തത്തിൽ ഇത് ഓടണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കാരണം മാത്രമല്ല നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്തത്. ഇപ്പോൾ എന്താ പറയുക, ഒരു ഗ്രാമത്തിന്റെ വളർച്ചയാണ്, ഓരോ ഗ്രാമത്തിന്റെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ച എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്തത്. ബാക്കിയാണ് പറഞ്ഞ സ്പോയിലറായി പോകും, അതുകൊണ്ട് പറയുന്നത് വളരെ നന്നായിട്ട്. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്, തിയേറ്ററിൽ വന്ന് കാണും. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോ ശരിക്കും ഒരു ചെറിയൊരു സ്ലോ പടം എന്നുള്ള രീതിയിലേക്ക് അല്ല, എന്നാലും നമ്മളെ ആ ഒരു ഫിലിമിനുള്ളിൽ റൺ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു കൊണ്ടുപോക്കുന്നുണ്ട്. നമ്മളതിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യും, ആ സിനിമയുടെ ഒപ്പം തന്നെ യാത്ര ചെയ്യും. അത് അതിന്റെ ത്രില്ലിംഗ് ആണ്, അതെല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യും, തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. കാരണം ചെറിയ ചെറിയ സ്ലോട്ട്സേ കൊടുത്തിട്ടുള്ളൂ. ഗുസ്തിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓട്ടോ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ പോർഷനിലേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ പിന്നിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തു. ലെവൽ മോട്ടിവേഷൻ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയായ സൂരജ് ബോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ അഭിനയിച്ച പുള്ളി ഈ ബോമൻ റാണിയുടെ ഒപ്പം, അതായത് ബോളിവുഡ് നടന്റെ ഒപ്പം ത്രൂ ഔട്ടായിട്ട് അതിലുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അടിപൊളി കാര്യം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കര മോട്ടിവേഷനിലാണ്. അതായത് നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് സിനിമ നൽകുന്നത്. എന്തായാലും നല്ലൊരു മാസ് പടമല്ല, പക്ഷെ നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വലിയ ടെക്നീഷ്യൻ സുകുമാരന്റെ തിരക്കഥാ സംഭാഷണം, റഹ്മാന്റെ മ്യൂസിക്, മൈത്രിയുടെ പ്രൊഡക്ഷൻ, ഇതൊക്കെ വെച്ച് ഉണ്ടല്ലോ ഒരു പടത്തിനൊരു ഗും വരാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഇതില് ഒരു പുഷ്പടൊക്കെ എഴുതാറ് ഇതുപോലെ ഒരു ആവറേജ് ഒന്നും കാശൊക്കെ മുടക്കിട്ട് ടെക്നിക്കലായിട്ട് പടം അടിപൊളിയൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയില്ല. ആ സ്പോർട്സ് റിലേറ്റഡ് സിനിമയാണ്. അത് ശരിക്കും പറയുന്നത് ഒരു സ്പോർട്സ് റിലേറ്റഡ് ഇന്ത്യ നല്ലപോലെ വിജയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പടം ആമിർ ഖാന്റെ പടങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ടല്ലോ സ്പോർട്സ് റിലേറ്റഡ് പടം വിജയിക്കുന്നത്. പക്ഷെ ഇതൊരു അത്ര വന്നിട്ടില്ല, നമുക്കൊരു തോന്നിയില്ല പടം. ഉള്ളൂ വേറെ ഒരു പെർഫോമൻസ് ബേസിനൊന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുക. ഒരു കുറേ കൂടെ ഒക്കെ ഒരു അരമണിക്കൂർ കൂടെ കുറച്ചും കൂടെ ഒക്കെ നമുക്കൊരു ഇത് തോന്നല. ഇത് തീരുന്നില്ലാത്ത പോലെ ഒരു തോന്നല, അങ്ങനെ ഒരു തോന്നുന്നു കേട്ടോ. അങ്കൽ ലെവലിൽ പോകുന്നുണ്ടോ? അത്രയൊന്നും എത്തിയിട്ടില്ല, പക്ഷെ രാംചരൺ അടിപൊളിയായിട്ടുണ്ട്.